പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം. ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. അമ്മ അതെല്ലാം സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കും. അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല. എന്തെന്നാൽ ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാലാണ്. അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയി ദുഃഖത്തിലായിപ്പോയ ആ കുടുംബത്തെ രക്ഷിപ്പാനായിട്ട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈശോ വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ചത്. ആ അമ്മയോട് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. അമ്മ നമുക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കും. അമ്മയിൽ ആശ്രയിച്ചിട്ടുള്ള ഒരാൾ പോലും ഇന്ന് വരെയും നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ല. വിശ്വാസത്തോടുകൂടി നമുക്ക് ഒരുമയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരിനെ കാണണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയണമേ. ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യത്തെ കാണണമേ. മുൻപോട്ട് വഴി അറിയാതെ നിൽക്കുന്ന ഞങ്ങൾക്ക് വഴി കാട്ടണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ആപത്തനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. പൈശാചിക ശക്തികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തകർച്ചകളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വഴി കാട്ടിക്കൊടുക്കണമേ. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് വഴി കാട്ടിക്കൊടുക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. വിദേശത്തേക്ക് പോകാനായി ശ്രമിച്ചിട്ട് നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിക്കുന്ന ദേശത്ത് അവരെ എത്തിക്കണമേ. വിദേശത്തേക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ. രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. അലർജി രോഗത്താൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളെയും ഞങ്ങളിതാ അങ്ങയിൽ ഏൽപ്പിക്കുകയാണ്. അമ്മേ, ഈശോയോട് ചേർത്ത് വെച്ച് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ഭവനം കൊടുത്തവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സമാധാനമില്ലാത്ത ജീവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ആ കുടുംബത്തിലെ സമാധാനം കെടുത്തുന്ന എല്ലാ അവസ്ഥകളെയും എടുത്തു മാറ്റണമേ. ശാന്തിയും സമാധാനം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ ഏറ്റെടുക്കണമേ. എല്ലാ മക്കളുടെ സങ്കടങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങൾ ആശ്രയിക്കുന്നത് അങ്ങയിലാണല്ലോ. ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും തുണയില്ലാതിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്കൊന്ന് എഴുന്നള്ളണമേ. വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. എല്ലാവിധ പരിഹാസത്തിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ. ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു. അമ്മേ, അമ്മ പ്രത്യക്ഷപ്പെട്ട ആ അൽത്താരയുടെ മുമ്പിൽ വന്നു നിന്ന് പ്രാർത്ഥിപ്പാനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ. അമ്മേ മാതാവേ, ഉടമ്പടിയിൽ ജീവിക്കുന്ന അനേകായിരം മക്കളെ സമർപ്പിക്കുന്നു. വിശുദ്ധിയോടുകൂടി ആയിരിക്കാൻ അവരെ ഇടയാക്കണമേ. അവരെ തകർക്കാൻ നോക്കുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങൾ, സാത്താൻ്റെ ബന്ധനങ്ങളെല്ലാം അവരിൽ നിന്ന് മോചിപ്പിച്ച് ദൈവവിശ്വാസത്തിൽ അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുവാൻ, അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ, അനേകം മക്കൾക്ക് ദൈവസ്നേഹം പറഞ്ഞു കൊടുക്കുവാൻ തക്കവിധം ഇടയാക്കണമേ. ഞങ്ങൾ ഓരോരുത്തരുടെയും ഉടമ്പടിയെ അങ്ങ് സ്വീകരിച്ചു കൊള്ളണമേ. അന്ത്യത്തോളം ഉടമ്പടിയിൽ ജീവിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അമ്മേ മാതാവേ, കൃപാസന ദേവാലയത്തിലെ എല്ലാ അംഗങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരെ എല്ലാം അനുഗ്രഹത്താലും കൃപയാലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ച് ഒരുക്കമുള്ളവരാക്കി മാറ്റണമേ. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഈ ലോകത്തോട് അറിയിക്കുവാനുള്ള ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും
ദൈവവേല ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ബലപ്പെടുത്തി ശക്തിപ്പെടുത്തണമേ. അവരെ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. കാവലും തുണയുമായി കൂടെ നിൽക്കണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.